ജോഷുവയുടെ വയസ്സ് 34. മാതാപിതാക്കൾ കല്യാണാലോചന തുടങ്ങിയിട്ട് വർഷം 5 കഴിഞ്ഞു. 29-ാം വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണാലോചന. ഓരോ ആലോചന വരുമ്പോഴും ആൾ പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കും. പിന്നെ ഇടയ്ക്ക് പോയി പെണ്ണ് കാണും. പെണ്ണ് കണ്ടു കഴിയുമ്പോൾ പറയും പെണ്ണിനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ശരിയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ആളൻ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കും. അവസാനം വീട്ടുകാരും മടുത്തു കഴിഞ്ഞപ്പോൾ നിർബന്ധം കൂടി ഒരു കല്യാണം ഏതോ ഒരെണ്ണം അവർ പോയി കണ്ടുവച്ചു. കുടുംബങ്ങൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, എല്ലാം കൊണ്ടും ചേരും, അവർക്കിതെങ്ങനെയും നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ജോഷുവയ്ക്ക് വേറെ രക്ഷപ്പെടാൻ മാർഗമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ജോഷുവ ഇവിടെ എത്തി. പ്രശ്നം എന്താണെന്നല്ലേ, ഡോക്ടറെ ചെറുപ്പത്തിലൊക്കെ എല്ലാ ദിവസവും രാവിലെ നല്ല ഉഷാറായിട്ട് നിൽക്കുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് കണ്ണ് തുറക്കുമ്പോൾ നല്ല ഇരുമ്പ് പോലെ നിൽക്കും. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനൊരു കാര്യമില്ല. ഒരു 5-6 വർഷമായിട്ട് വല്ലപ്പോഴും ഒക്കെയാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കല്യാണാലോചനയൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ലൈംഗികശേഷിയൊക്കെ പോയി, വെളുപ്പിനെ ഉദ്ധരിച്ച് നിൽക്കുന്നില്ലല്ലോ. എപ്പോഴേക്കും അത് ഓരോ ദിവസം ചെല്ലുന്തോറും കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഒരു 2-3 മാസത്തിലൊരിക്കലൊക്കെ ഒരു ദിവസം വെളുപ്പിനെ ഉദ്ധരിച്ച് നിന്നാലായി. അതും കാര്യമായിട്ടൊന്നുമില്ല, പഴയ സ്ട്രെങ്തും ഒന്നുമില്ല, പഴയതുപോലെ ഫ്രീക്വൻ്റായിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അതുകൊണ്ട് എന്നെ പരിശോധിച്ച് വേണ്ടത് ചെയ്യണം. ഇത് മാറ്റാതെ ഞാൻ കല്യാണം കഴിച്ചാൽ ബുദ്ധിമുട്ടായി പോകും. ഞങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി. ജോഷുവയ്ക്ക്, ഈ പേര് സാങ്കല്പികമാണെന്ന് മറക്കണ്ട, അദ്ദേഹത്തിന് മറ്റ് യാതൊരു കുഴപ്പങ്ങളുമില്ല. പ്രിലിമിനറി ആയിട്ടുള്ള ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്തു, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി, എല്ലാം പെർഫെക്റ്റ്ലി നോർമലാണ്. ഒരു വിവാഹത്തിന് യാതൊരു തടസ്സവുമില്ല. ആകെയുള്ള പ്രശ്നം എനിക്ക് മോർണിംഗ് ഇറക്ഷൻ ഇല്ല എന്നുള്ള ഒരേ ഒരു ആശങ്ക മാത്രമാണ്. ഈ മോർണിംഗ് ഇറക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റവും കൂടുതൽ ടീനേജിൽ, അതായത് ഒരു 11, 12, 13 വയസ്സിൽ, ആ പീരീഡ് മുതൽ ഒരു ലേറ്റ് ടീൻ 10-20 വയസ്സ് വരെ, 19 വയസ്സ് അല്ലെ 20 വയസ്സ് വരെ ഓൾമോസ്റ്റ് റെഗുലറായിട്ട് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഉണ്ടായിന്ന് വരാം ചെറുപ്പത്തിൽ. അതിനുശേഷം അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു തുടങ്ങും. മോർണിംഗ് ഇറക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഉദ്ധാരണക്കുറവുണ്ടാവണമെന്നോ ലൈംഗികശേഷി ഉണ്ടാവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി വീണ്ടും കുറയും. നമ്മളുടെ പ്രായം കൂടി വരുന്നതനുസരിച്ചിട്ട് മോർണിംഗ് ഇറക്ഷൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞാണ് വരുന്നത്. ചിലപ്പോൾ 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സുള്ള ആളിന് ചിലപ്പോൾ 5-6 മാസത്തിലൊരിക്കലായിരിക്കും ഉണ്ടാകുന്നത്. അതിനർത്ഥം അയാൾക്ക് ലൈംഗികശേഷി കുറവുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഒരു മോർണിംഗ് ഇറക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ചികിത്സ തേടേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ. പിന്നെ പല ഡോക്ടേഴ്സും പലപ്പോഴും ഹിസ്റ്ററി ടേക്കിങ്ങിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് രാവിലെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കാറുണ്ടോ? നല്ല ഉദാഹരണമുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അതൊരു പരിധിവരെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിനെ ഉദാഹരണം ഇല്ല എന്നുള്ളത് ഉദ്ധാരണശേഷിക്കുറവിൻ്റെ ലക്ഷണമായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തരുത്. ആബ്സെൻസ് ഓഫ് മോർണിംഗ് ഇറക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ലോസ് ഓഫ് ഇറക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അധികം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഒരു 35-40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി വിഷമിച്ച് ചികിത്സ തേടിയെത്തേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.